കൊടികുത്തി വാഴുന്ന BJP ഭരണത്തിന്റെ അടിവേരൊന്നിളക്കാൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് 10 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷ നേതാവായി ഇരുപ്പുറപ്പിക്കാൻ സാധിച്ചത്. അന്ന് BJPയുമായി കുറിച്ച അംഗം ഇങ്ങെത്തി നിൽക്കുന്നത് അമിത്ഷായുടെ മാപ്പു പറച്ചിലേക്ക് വരെയാണ്. ദളിത് സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തിനാണിങ്ങനെ അംബേദ്കർ എന്ന് പാടി നടക്കുന്നത്, ദൈവനാമം ജപിക്കൂ എന്നൊക്കെയാണ് അമിത്ഷാ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ ദളിത് സമൂഹം ഇതേ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോഡി എന്ന് പാടി പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് എന്ന്. അതൊരു മറുചോദ്യമാണ്. ഇതോടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികളായ TDPയും JDയും തങ്ങളുടെ എതിർപ്പ് മോദി അറിയിക്കുകയും ചെയ്തു. എന്തായാലും പാർലമെന്റിനെ ഇളക്കി മറിച്ച പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. അതിനായി ആദ്യം തന്നെ രാഷ്ട്രപതിക്ക് കത്ത് കൈമാറിക്കൊണ്ടാണ് കോൺഗ്രസ് പടയൊരുക്കം തുടങ്ങിയത്. എന്നാൽ എന്ത് മാർഗം ഉപയോഗിച്ചും പ്രക്ഷോഭത്തെ ആളിക്കത്തിക്കുന്ന രാഹുലിനെ പിടിച്ചു കെട്ടുക എന്ന അജണ്ടയിന്മേലാണ്. അത് മാത്രമാണ് ഇപ്പോൾ BJP മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി തന്റെ സഹോദരനെ കുറിച്ച് ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ BJP നീക്കം പാതിയിൽ നിന്നു പോവുകയാണ് എന്ന് പറയാം. അതിലാദ്യം പറഞ്ഞത്, അവർ വളരെ നിരാശരാണ്. അതായത് BJP തെറ്റായ FIRകളാണ് ഇടുന്നത്. രാഹുൽ ഒരിക്കലും ആരെയും ആക്രമിക്കാനാവില്ല. ഞാൻ അവന്റെ സഹോദരിയാണ്, എനിക്ക് അവനെ അറിയാം, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, രാജ്യത്തിനും ഇത് നന്നായിട്ട് അറിയാം എന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. നാഗാലാൻഡിലെ വനിതാ MP ആണ് രാഹുലിനെതിരെ നീങ്ങിയതും കേസ് കൊടുത്തതും. അതിപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രാഹുലിനെ വലിച്ചു പുറത്തിടുക എന്ന ഉദ്ദേശം മാത്രമാണ് BJP ഇതിന് പിന്നിലുള്ളത്. അല്ലാതെ വരുന്ന സഭാ സമ്മേളനത്തിൽ ഒന്നും തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് മോദിക്കും കൂട്ടർക്കും അറിയാവുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം. എന്നാൽ അതേസമയം BJP അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഇതുവരെ ഡൽഹി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ പക്ഷപാതമായ രീതിയിൽ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ നീങ്ങിയാൽ നീതി എന്നത് അത് നടപ്പിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങി പുറപ്പെടുന്നത്.